ലക്ഷ്യ റെയിൽ എയർപോർട്ട്സിന്റെ മൂന്നാം ഘട്ടം ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്ത രാജ്യ തലസ്ഥാനത്ത് നിന്നും നന്ദൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് ആദ്യം. രാജ്യ തലസ്ഥാനത്ത് വൻ കവർച്ച. കരോൾ ബാഗിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് 2 കോടിയുടെ ആഭരണങ്ങൾ കവർന്നു. ആര്യ സമാജ് റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ജനച്ചില്ല് തകർത്തുകൊണ്ടാണ് മോഷണം നടന്നത്. സ്വർണ്ണ വജ്രാഭരണങ്ങളും ലാപ്ടോപ്പും അടങ്ങിയ 3 ബാഗുകളും വസ്ത്രങ്ങളടങ്ങിയ സ്യൂട്ട് കേസും കവരുകയായിരുന്നു. വിവരങ്ങളുമായി നന്ദൻ ചേരുകയാണ്. നന്ദൻ 2 കോടിയുടെ ആഭരണങ്ങളാണ്. സ്വർണ്ണമുണ്ട്, വജ്രങ്ങളുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഇതടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നഷ്ടമായിരിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്? CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഈ മോഷ്ടാവിനെ പറ്റിയുള്ള എന്തെങ്കിലും സൂചനകൾ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുണ്ടോ? അശ്വതി, രാജ്യ തലസ്ഥാനത്ത് വളരെ തിരക്കേറിയ ഒരു ഭാഗമാണ് കരോൾ ബാഗ് എന്നുള്ളത്. ഈ കരോൾ ബാഗിലെ ആര്യസമാജം റോഡിൽ കാനറ ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് ഇന്നലെ കവർച്ച നടന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഈ സംഭവം നടന്നത്. ഇന്നലെ രാത്രിയിൽ ഈ വാഹനം നിർത്തിയിട്ട് വാഹനത്തിൻ്റെ ഉടമ സമീപത്തെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി. തിരികെ എത്തിയപ്പോഴാണ് വാഹനത്തിൻ്റെ പുറകുവശത്തെ ചില്ല് തകർത്ത നിലയിൽ കാണപ്പെട്ടത്. പരിശോധനയിലാണ് വജ്രാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും അതേപോലെ തന്നെ ലാപ്ടോപ്പും അടങ്ങിയ സൂട്ട് കേസ് 3 ബാഗുകൾ കവർന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത്. SKG കുന്ദർ ക്രാഫ്റ്റ്സ് എന്നുള്ള ആഭരണ നിർമ്മാണ സ്ഥാപനത്തിൻ്റെ ഉടമ കനയ്യ ലാലിൻ്റെ കാറിലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു സൂട്ട് കേസിൽ ലാപ്ടോപ്പും അതേപോലെ തന്നെ ആധാർ അടങ്ങിയ വിലപ്പെട്ട രേഖകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ കുറ്റവാളികൾ, ഈ കള്ളന്മാരെയൊക്കെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചു. അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇതുവരെ ഈ കവർച്ചയെപ്പറ്റി യാതൊരുവിധ സൂചനകളും പോലീസിന് ലഭ്യമായിട്ടില്ല. അതേസമയം തന്നെ പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡും അതേപോലെ തന്നെ വിരലടയാള വിദഗ്ധരുമൊക്കെ തന്നെ സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റവാളിയിലേക്ക് അന്വേഷണം കൂടുതൽ എത്തുമെന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്.